നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അതെ, ഈ പൂജക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കണ്ടേ? അതിപ്പോ എവിടെയാ കിട്ടുക? കളിയാക്കല്ലേ. ഇപ്പൊ പൂജാ സാധനങ്ങളൊക്കെ എവിടെ കിട്ടുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഓ, എന്നാ നടക്ക്. എന്താ വേണ്ട ചേട്ടാ, ഒരു അർച്ചനത്തട്ടം, ഒരു മാലയും വേണം. ശരി. ആ മഞ്ഞപ്പട്ടം വേണം. ഓ, അല്ല സാറിന്ന് ഭിക്ഷക്കാരുടെ കൂടെ? അതെ. എത്രേ? 100 രൂപ സാർ. ഓ, സാർ, ആ വഴിപാട് പണം എല്ലാവർക്കും അറിയാലോ. സാറ് ഭിക്ഷ യാചിക്കാനിരുന്ന കാര്യമൊക്കെ. ഭിക്ഷ യാചിക്കാൻ പിന്നെ വിളിച്ചിരിക്കാൻ പറ്റൂ? എല്ലാവരും കണ്ടതല്ലേ അന്നത്തെ ബഹളം. സാറിന് വിഷമമില്ലേ? ഉണ്ട്. എന്നാ താൻ ക്ഷേത്രത്തിൽ പോയി ചടങ്ങുകളൊക്കെ നടത്തിയിട്ട് വാ. ഞാൻ ഇവിടുന്ന് കുറച്ചേരം കരയാം. നല്ല മൂഡിലാണല്ലോ. താൻ കൂടെയില്ലേ, അതുകൊണ്ടാ. വാ. സാറേ, മോനെ സുഖമല്ലേ? അതെ, നിങ്ങൾക്കൊക്കെ സുഖമല്ലേ? നമുക്കൊക്കെ പിന്നെ എന്നും ഒരുപോലെ അല്ലേ സാറേ? ഇതാണോ സാറിന്റെ ഭാര്യ? അതെ, നന്ദിനി. മോളെ, മോൻ ഇത്രയും വലിയ ആളായിരുന്നു എന്ന് ആദ്യം ഞങ്ങൾക്ക് മനസ്സിലായിരുന്നില്ല. അന്ന് മോൾക്ക് വേണ്ടിയല്ലേ ഇതൊക്കെ ചെയ്തത്. മോള് ഭാഗ്യം ചെയ്ത പെണ്ണ. അതെ, ഞാൻ ഭാഗ്യം ചെയ്ത പെണ്ണ. നന്ദിനി, എന്റെ കയ്യിൽ പൈസ ഒന്നും വീഴാതായപ്പോഴേ ഈ ചേട്ടനാ എനിക്ക് ബനിയൻ തന്നത്. അതിനുശേഷമാ നേർച്ചക്കുള്ള പണം കിട്ടിയത്. മോനെ, മോനിട്ട ബനിയൻ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ അതിടൂല. അതൊരു ഓർമ്മയ്ക്കായിട്ട് കയ്യിലിരിക്കട്ടെ. നന്ദിനി, ഭക്ഷണം വാങ്ങിക്കാൻ പണം തികയാതെ വന്നപ്പോ വീണ്ടും യാചിക്കാൻ ഇറങ്ങേണ്ട ഒരു അവസ്ഥ വന്നു. ഞാൻ പറഞ്ഞില്ലേ തന്നോട്? അപ്പോഴിവളാ എനിക്ക് പണം തന്നത്. എന്താ മോളുടെ പേര്? സന്ധ്യ. ചേച്ചീനെ എനിക്ക് കാണാൻ പറ്റൂല. നല്ല സുന്ദരിയായിരിക്കും അല്ലേ? മോളെ കാണാൻ നല്ല സുന്ദരിയാ. ഞാൻ ആദ്യമായിട്ടാ ഇത്രയും വലിയ ആളെ തൊടുന്നത്. സാറേ, അന്ന് സാറ് പോയതിനു ശേഷം ഒരാളും ഞങ്ങളടുത്ത് ബഹളത്തിന് വന്നിട്ടില്ല. അമ്പല കമ്മിറ്റിക്കാരൊക്കെ ഇപ്പൊ ഞങ്ങളോട് നല്ല രീതിയിലാണ് പെരുമാറുന്നത്. ഒക്കെ സാറന്ന് സംസാരിച്ചുകൊണ്ടാ. മോളെ, ഞങ്ങളിവിടെ മനുഷ്യനാണോ മാടോ എന്നറിയാത്ത രീതിയിൽ ഇരിക്കുകയായിരുന്നു. സാറ് വന്ന ആ ദിവസമാണ് ഞങ്ങളും മനുഷ്യരാണെന്ന് അറിയുന്നത്. നന്ദിനി,
ഇവർക്കൊക്കെ വീടും വീട്ടുകാരും ഒക്കെ ഉണ്ട്. പല സാഹചര്യങ്ങളിൽ ഇവിടെ വന്ന് പെട്ടവരാ. അതൊക്കെ പോകുമ്പോ ഞാൻ പറഞ്ഞുതരാം. അതെ, ഞങ്ങൾക്ക് ഈ ക്ഷേത്രത്തിൽ ഒരു വഴിപാടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരികെ വരാം. ശരി സാറേ. ചെല്ലുമോനെ, പോയിട്ട് വാ. ഇപ്പൊ വരാട്ടോ. വരസു. രണ്ടാളും തമ്മിൽ എന്തൊരു ചേർച്ചയാ. ദൈവം നല്ലത് വരുത്തട്ടെ രണ്ടാൾക്കും. സർ, അവരൊക്കെ എത്ര നന്നായിട്ടാ സാറിനെ കുറിച്ച് സംസാരിക്കുന്നത്. പാവങ്ങള്. ഓരോരുത്തരുടെയും കഥ കേട്ടാ സങ്കടം തോന്നും. ഞാൻ മനസ്സുകൊണ്ട് കരഞ്ഞുപോയി. അത് അവരുടെ കാര്യം കേട്ടിട്ട് മാത്രല്ല, സാറിന്റെ കാര്യം ആലോചിച്ചിട്ടും ഒക്കെ എനിക്ക് വേണ്ടിയല്ലേ. അതെ, ഇത് അമ്പലമാണ്. കരയാനാണെങ്കിൽ പോകുമ്പോ ഞാൻ വേറെ സ്ഥലം കാണിച്ചു തരാം കേട്ടാ. ഇപ്പോ ചടങ്ങുകൾ ചെയ്യാം. വാ. ഇത് ദേവിയുടെ മുന്നിൽ സമർപ്പിക്കാനുള്ളതാ. ആയിക്കോട്ടെ. നേർച്ചക്കാശ. നാളും നക്ഷത്രമൊക്കെ കൂടെ വന്ന ആളിനെ അറിയൂ. തിരുമേനി അത് ഓർത്തു വെച്ചോ? നിത്യേന ഒരുപാട് ആളുകൾ തിരുമേനിയുടെ മുമ്പിൽ വന്നു പോകുന്നതല്ലേ. എന്നിട്ടും എങ്ങനെയാ ഓർത്തു വെച്ചത്? മുമ്പ് ഭാര്യയ്ക്കുള്ള പൂജയൊക്കെ നടത്തണമെന്നും പറഞ്ഞ് ഒരു വലിയ കെട്ട് നോട്ടെടുത്ത് എന്നെ ഏൽപ്പിച്ചത് ഓർമ്മയില്ലേ? മറക്കാതിരുന്നത് അതുകൊണ്ട് തന്നെയാ. നക്ഷത്രം അറിയാമോ, അതോ ഭഗവാന്റെ പേരിൽ തന്നെയാണോ? നക്ഷത്രം പറയാം. സൂര്യ അവിട്ട നക്ഷത്രം, നന്ദിനി അത്ത നക്ഷത്രം, വേദ പുണർദ നക്ഷത്രം. ആയിക്കോട്ടെ. ഒറ്റ ദിവസം കൊണ്ട് എവിടെയുള്ള ആളുകളൊക്കെ സാറിന് വേണ്ടപ്പെട്ടവരായല്ലേ. പക്ഷേ ഇവിടുത്തെ മെയിൻ ആള് വേണ്ടപ്പെട്ട ആളായോ എന്ന് അറിഞ്ഞുകൂടാ. അതാരാ? ഭഗവാൻ. ഇത്രയൊക്കെ ചെയ്ത ആളെ പിന്നെ ഭഗവാൻ കണ്ടില്ല എന്ന് നടിക്കോ? ആ മനസ്സിൽ എപ്പോഴേ കയറി കഴിഞ്ഞിട്ടുണ്ടാവും.